നിഴൽസ് യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, വെറൈറ്റി ബുക്ക് മാർക്ക്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. നമ്പർ 1 ബോയ് ബുക്ക് മാർക്ക്. പേര് കേട്ടിട്ട് നിങ്ങൾ അധികം ചിന്തിക്കുകയൊന്നും വേണ്ട. ഒരു ബോയുടെ ചിത്രം വരച്ചിട്ട് അങ്ങനെയുള്ളൊരു ബുക്ക് മാർക്കാണ് ഇത്. അതുകൊണ്ടാണ് ഇനി ഈ പേര്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ബോയുടെ ചിത്രം വരച്ച് അതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്ത് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് നന്നായിട്ട് കളർ കൊടുത്ത് എടുക്കണം. പിന്നെ ഈ ബോയുടെ ചിത്രം വരക്കുന്ന പറയുമ്പോൾ വലിയ സംഭവമായിട്ടുള്ള ചിത്രമൊന്നും വരക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ടാവുന്ന പോലത്തെ ഒരു ചിത്രം വരച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബോർഡെല്ലാം കൊടുത്ത് അതിൽ നല്ലൊരു കോട്ട്സ് എല്ലാം എഴുതി വെച്ചാൽ നമ്മൾ ചിത്രം കംപ്ലീറ്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഇതുപോലെ മുറിച്ച് സെറ്റാക്കിയ ശേഷം മാറ്റി വെക്കണം. ഇനി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കട്ടിയിലെ കാർഡ്ബോർഡ് പേപ്പർ എടുക്കണം. എന്നിട്ട് അത് ഇതേപോലെ വേണ്ടത്ര നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മുറിച്ചെടുക്കണം. ഇതെന്തിനാ മുറിച്ചെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നിനുമല്ല, നമ്മൾ ഈ മുറിച്ചെടുക്കുന്ന ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, ഈ ചാർട്ട് പേപ്പറിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ഈ ചിത്രം കൂടി ഒന്ന് ഒട്ടിക്കണം. അങ്ങനെ നേരെ വെച്ചിട്ട് ഒട്ടിക്കുകയല്ല വേണ്ടത്. ആദ്യം ആ ചിത്രത്തിനനുസരിച്ചുള്ള ഒരു അളവെടുത്തിട്ട് ഈ ചാർട്ട് പേപ്പർ നമ്മൾ മടക്കണം. മടക്കിയിട്ട് ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ശ്രദ്ധിക്കണം, ഉൾഭാഗത്തല്ല, ഈ മടക്കിയ പേപ്പറിൻ്റെ പുറകു ഭാഗത്തായിട്ട് ഈ പ്ലേസിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ. പിന്നെ ഇതുപോലെ ഒരുപാട് പശയൊന്നും വാരിത്തേക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് കുറച്ച് ഓവറായി പോയതാണ്. എന്തായാലും ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങിയ ശേഷം ഈ വൈറ്റ് വരുന്ന ഭാഗം കണ്ടോ, അതങ്ങ് മുറിച്ച് കളയണം. അതായത് ഇതേപോലെ ഇതിൻ്റെ ഷേപ്പിൽ അങ്ങ് മുറിച്ച് കളയണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ബുക്ക് മാർക്ക് റെഡിയായി. അപ്പം നമ്മളെ ഫസ്റ്റ് ബുക്ക് മാർക്ക് ഇതാണ്. നമുക്ക് ഈ ബുക്ക് മാർക്ക് ഈ ബുക്കിലൊന്ന് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നമ്മൾ വായിച്ച് പകുതിയാക്കിയ ബുക്ക് ഇതുപോലെ എടുത്തിട്ട് ഏത് പേജിലാണോ നമ്മൾ അത് വെച്ച് പകുതിയാക്കിനി ആ പേജിൻ്റെ പുറകു വശത്തായിട്ട് ഇത് വെക്കണം. എന്നിട്ട് വായിച്ച് വെച്ച ആ പേജിലേക്ക് നമ്മളെ ഈ ബുക്ക് മാർക്ക് വെക്കുകയും വേണം. അതായത് ഈ ചിത്രം ഉൾക്കൊള്ളുന്ന, ഈ ബോർഡ് പിടിച്ച് നിൽക്കുന്ന ചെക്കൻ ഉൾക്കൊള്ളുന്ന ഭാഗം നമ്മൾ വെക്കണം. അപ്പം നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഈ എഴുതിയത് കാണാം, യു സ്റ്റോപ്പ്ഡ് സംവെയർ ഇൻ ദിസ് പേജ്. കണ്ടോ? അപ്പം നമ്മൾ ഫസ്റ്റ് ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബുക്ക് മാർക്ക് നമ്പർ 2 ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക്. പേര് പോലെ തന്നെ ഇത് ഒരു ബട്ടർഫ്ലൈൻ്റെ ചിത്രം വരച്ചിട്ട് ഉണ്ടാക്കുന്ന ബുക്ക് മാർക്കാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ബട്ടർഫ്ലൈനെ വരച്ചിട്ട് അതിനെ കളർ കൊടുത്ത് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു ചാർട്ട് കഷ്ണം കൂടി മുറിച്ചെടുക്കണം. എന്നിട്ട് 2 തരത്തിൽ ഈ ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് ഉണ്ടാക്കുക. ആദ്യത്തെ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഈ ബട്ടർഫ്ലൈനെ 2ആയിട്ട് മുറിച്ചിട്ട് ചാർട്ട് പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ചിറക് വരുന്ന ഭാഗവും മറ്റേ ഭാഗത്ത് മറ്റേ ചിറക് വരുന്ന ഭാഗവും വെച്ചിട്ട് അത് ഇതുപോലെ മടക്കി എടുക്കണം. അങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഈ ബട്ടർഫ്ലൈ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരും. ഒന്നാമത് ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കിയ ബട്ടർഫ്ലൈനെ അങ്ങനെ മുറിക്കാൻ എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാനത് അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കി 2 ഭാഗം ഒരേപോലത്തെ രീതിയിൽ വേണം ഇങ്ങനെ മടക്കാൻ. അങ്ങനെ മടക്കിയെടുത്ത ശേഷം ഈ മടക്കിയ ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്ത് നന്നായിട്ട് പശ തേച്ചിട്ട് നമ്മൾ ബട്ടർഫ്ലൈനെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതാവുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വരച്ച എൻ്റെ ബട്ടർഫ്ലൈനെ മുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ബട്ടർഫ്ലൈനെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച ശേഷം ഈ അധികം വരുന്ന വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം മുറിച്ച് ഈ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ ഒന്ന് ആക്കി സെറ്റാക്കി എടുക്കണം. അങ്ങനെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് റെഡിയായി. ഇതാണ് നമ്മളെ ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക്. ഇനി പതിവ് പോലെ ഈ ബുക്കിൻ്റെ അകത്ത് നമുക്കിത് ഒന്ന് വെച്ച് നോക്കാം അല്ലേ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ബട്ടർഫ്ലൈനെ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിക്കാൻ ശ്രമിക്കണേ. കാരണം ഞാൻ ഒട്ടിച്ചപ്പോൾ അങ്ങനെ കറക്റ്റ് സെൻട്രലായിട്ട് വന്നിട്ടില്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബട്ടർഫ്ലൈനെ കുറച്ചുകൂടി ചെറുതാക്കിയെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവട്ടെ എന്ന് എനിക്ക് തോന്നി. അപ്പം അതും കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളർ കാണുന്ന ഭാഗത്ത് കൂടി കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗി ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ. നമ്പർ 3 സ്പൈഡർമാൻ ബുക്ക് മാർക്ക്. നമ്മൾ ഉണ്ടാക്കുന്ന ബുക്ക് മാർക്കുകളിൽ കുട്ടികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടൽ ഈ ഒരു ബുക്ക് മാർക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, പേര് പോലെ തന്നെ ഇത് സ്പൈഡർമാൻ്റെ ചിത്രം വരച്ചുകൊണ്ടുള്ള ഒരു ബുക്ക് മാർക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്പൈഡർമാൻ്റെ ചിത്രം എല്ലാം വരച്ച് ശരിയാക്കിയ ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്പൈഡർമാൻ തൂങ്ങിയാടുന്ന ഈ വലയുണ്ടല്ലോ അത് ഇതുപോലെ സെറ്റാക്കണം. അതെന്തിനാണ് സെറ്റാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ പുറകിൽ ഞാൻ ഈ ചാർട്ടിൻ്റെ ഒരു കഷ്ണം കൂടി ഒട്ടിച്ചിരിക്കും കേട്ടോ, കുറച്ചുകൂടി ബലം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് മുറിച്ചെടുക്കണം. അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വല തൂങ്ങിയാടിയ ആ ഒരു വാലില്ലേ, ആ ഭാഗത്ത് കുറച്ച് തടിയിൽ തന്നെ നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് വെച്ച് ഇങ്ങനെ മടക്കണം. ചാർട്ട് പേപ്പറും കൂടെ ഒട്ടിച്ചുകൊണ്ടാണ് തോന്നി ഇത് മടക്കിയെടുക്കാൻ കുറച്ച് പണിപ്പെട്ടു. പിന്നെ മടക്കിയ ശേഷം എനിക്ക് തോന്നി ഇനി ഇത്രക്ക് അങ്ങോട്ട് മടക്കണ്ടായിരുന്നു എന്ന്. എന്തായാലും ഇപ്പം ഇനി മടക്കിയ ശേഷം വീണ്ടും മാറ്റി മടക്കിയാൽ അത് ഒരു വൃത്തികേടായിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ മടക്കി. അപ്പം മടക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇതന്നെ നമ്മളെ ബുക്ക് മാർക്ക്. ഇത്രയേ ഉള്ളൂന്ന്, സിമ്പിളല്ലേ. അപ്പം നമ്മളെ ബുക്ക് മാർക്ക് റെഡിയായി. ഇനി നമുക്ക് ഇത് ഈ ബുക്കിൽ ഒന്ന് വെച്ച് ശരിയായോ എന്നൊന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വായിച്ച് പകുതിയാക്കിയ ഭാഗത്ത് ഇതുപോലെ സിമ്പിളായിട്ട് ബുക്ക് മാർക്ക് വെച്ച് കൊടുത്താൽ മതി. കണ്ട, ഇഷ്ടമായോ? അപ്പം ഇതാണ് നമ്മുടെ 3ാമത്തെ ബുക്ക് മാർക്ക്. നമ്പർ 4 ഗോസ്റ്റ് ബുക്ക് മാർക്ക്. ഞാൻ ചെയ്തു വെച്ച ബുക്ക് മാർക്കുകളിൽ വളരെ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളതും ആയ ബുക്ക് മാർക്കാണ് ഇത്.
ആ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നി ഇത് ചടപടെ വരച്ചപ്പോൾ അത്രയ്ക്ക് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ഇത് നല്ല ക്യൂട്ടായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്കായിരുന്നു. അപ്പോൾ ആദ്യം ഇതുപോലെ ഗോസ്റ്റിനെ വരച്ചിട്ട് നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ വായി ഭാഗം അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നമ്മൾ കീറിയെടുക്കണം. അതൊരു ബ്ലേഡോ മറ്റോ വെച്ച് കീറിയെടുക്കുന്നതായിരിക്കും എളുപ്പം. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ 4ാമത്തെ ബുക്ക് മാർക്ക്, ഗോസ്റ്റ് ബുക്ക് മാർക്ക്. അപ്പോൾ അത് നമുക്ക് ഈ ബുക്കിലൊന്ന് വെച്ചിട്ട് സെറ്റാണോ നോക്കി നോക്കാം അല്ലേ. അപ്പം വായിച്ച് നമ്മൾ പകുതിയാക്കിയ പേപ്പറിൻ്റെ പുറകുവശത്തേക്ക് ആ വായു ഭാഗം ആ ഭാഗത്തേക്ക് കൊള്ളുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെച്ചാൽ മതി. ഇതുപോലെ ഇരിക്കും നമ്മളെ ബുക്ക് മാർക്ക്. ഇത് നടുക്ക് മാത്രമല്ല, ഈ സൈഡിൽ വെക്കാം. എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ വെച്ചാലാണ് ഇത് കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളത് എന്ന്. അപ്പം ഈ ഗോസ്റ്റിനെ മാത്രമല്ല, ഇത് വെച്ച് ഹാർട്ടിനും അതുപോലെ ഫ്ലവറും പിന്നെ ബട്ടർഫ്ലൈ, ഒരു ചിറക് മാത്രമില്ല ബട്ടർഫ്ലൈനെയും എല്ലാം നമുക്ക് സെറ്റാക്കാൻ പറ്റും. ബുക്ക് മാർക്ക് നമ്പർ 5, ഫ്ലവർ ബുക്ക് മാർക്ക്. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ബുക്ക് മാർക്ക് എന്ന് വെച്ചാൽ അത് ഈ കൂട്ടത്തിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്കാണ്. അപ്പോൾ അതിന് ഏകദേശം ഈ നീളത്തിലും വീതിയിലും നമ്മൾ ചാർട്ട് പേപ്പർ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കിയെടുക്കണം. കണ്ടോ? ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മടക്കിയ ഭാഗമില്ലേ അതിനോട് ചേർന്നിട്ട് വരുന്ന രീതിയിൽ ഒരു ഫ്ലവർ വരക്കണം. അതായത് മടക്കിയ ഭാഗത്തായിരിക്കണം ഈ ഫ്ലവറിൻ്റെ ഒരു സൈഡ് ഉണ്ടാവേണ്ടത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊടുത്തെടുക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലവർ അതേപോലെ മുറിച്ചെടുക്കണം എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ആദ്യം ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മടക്കിയിട്ടില്ലേ, ആ മടക്കിയ ഭാഗം മുറിയാതെ ശ്രദ്ധിച്ച് ഇതേപോലെ വേണം നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ബുക്ക് മാർക്കും റെഡിയാവും. കണ്ട ഇതേപോലെ. അപ്പം ഇതാണ് നമ്മളെ ഏറ്റവും ലാസ്റ്റിലത്തെ, അതായത് 5ാമത്തെ ബുക്ക് മാർക്ക്. പിന്നെ ഈ ബുക്ക് മാർക്കിൽ ഫ്ലവറിന് നിറം കൊടുത്തില്ലേ, അതിൻ്റെ അതേപോലെ തന്നെ ഈ പുറകു ഭാഗത്തും ഈ വൈറ്റ് വരുന്ന ഭാഗത്തും നമ്മൾ നിറം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഭംഗിയായിരിക്കും. ഇനി നമുക്കിത് ബുക്കിലേക്ക് വെച്ച് കാണിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ബുക്കിൻ്റെ അകത്തേക്ക് വെക്കേണ്ടത്. പിന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ വെക്കാം. പക്ഷേ എന്നാലും ഇത് വെക്കുമ്പോൾ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നൽ ഈ ഒരു സൈഡ് ഭാഗത്ത് ഇത് വെക്കുമ്പോഴാണ്. അപ്പം ഇതാണ് നമ്മളെ ലാസ്റ്റിലത്തെ ബുക്ക് മാർക്ക്. അപ്പം ഈ സിമ്പിളായിട്ടുള്ള 5 ബുക്ക് മാർക്കുകൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഫോട്ടോ അയച്ചാൽ നമുക്കതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.